നമസ്തേ ബാബാജി. ഈ മലബാർ സമ്പ്രദായം, അതേപോലെ തന്നെ കൗളമാർഗം, ഇതൊക്കെ പിൻപറ്റുന്ന ആൾക്കാർ ആജീവനാന്തം ഈ ബലിക്രിയകൾ ചെയ്യണം, മാംസം ഭക്ഷിക്കണം എന്നുള്ള നിർബന്ധങ്ങൾ ഉണ്ടോ ബാബാജി? ഇതിൽ ഈ കൗളം എന്ന സമ്പ്രദായം, അതിൽ കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലാകുല സംയുക്തം കൗളമിതി ഉച്ചതെന്ന്. കുല അകുല രണ്ട് വാക്കുണ്ട്. കുല അകുലം എന്ന് പറഞ്ഞാൽ പരാശക്തി പരമേശ്വരനാണ്, ആത്മീയതയും ഭൗതികതയാണ്. അപ്പോൾ ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമ്പ്രദായത്തെയാണ് കൗളം എന്ന് പറയുന്നത്. ഇത് ഒരു സംസ്കൃത പ്രയോഗമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ, പിന്നെ മലവാരം എന്ന് പറഞ്ഞാൽ മലയാളക്രമമായിട്ട് നമുക്ക് പറയാം. അവിടെ മലാവാരം, മല എന്ന് പറഞ്ഞാൽ ഉയർന്നത്, വാരം എന്ന് പറഞ്ഞാൽ താഴ്ന്നത്. താഴ്ന്ന എന്ന് പറഞ്ഞാൽ താഴ്ത്തപ്പെട്ട അങ്ങനത്തെ അർത്ഥത്തിലല്ല. ഭൂമി, ആകാശം, പ്രകൃതി, പുരുഷൻ, ആത്മീയത, ഭൗതികത. അപ്പോൾ രണ്ടും ഒരേ സെയിം തന്നെയാണ്. ചെറിയ ആചരണത്തിലൊക്കെ ചെറിയ ആചാര വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ രണ്ടും ഒരുപോലെ തന്നെ പറയാം. വിധാനങ്ങളൊക്കെ അതിൻ്റെ ദ്രവ്യങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കൗളന്മാരുടെ കൗള സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ മത്സ്യമാംസാദികളും മദ്യ ഇത്യാദി വിഷയങ്ങളൊക്കെ കടന്നു വരാറുള്ളത്. അപ്പോൾ അതൊക്കെ ഇത്തരം സമ്പ്രദായങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് കഴിക്കണം, ഉപയോഗിക്കണം എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമ്പ്രദായം അങ്ങനെ ഒരു നിർബന്ധമായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ സാധനാക്രമങ്ങളൊന്നും തന്നെ തീറ്റയും കൂടിയല്ല, എന്നാൽ തീറ്റയും കൂടിക്ക് എതിരുമല്ല. ഭക്ഷണം എപ്പോഴും ശരീരത്തിൽ നടത്തണം. ഊർജ്ജത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഭക്ഷണം എപ്പോഴും ഊർജ്ജമാണ്. നമുക്ക് ഭക്ഷണമായതിൽ മറ്റുള്ളതിന് ഭക്ഷണമാവില്ല. നമ്മളുടെ മലം മറ്റൊന്നിന് ഭക്ഷണമാവും, നമുക്ക് ഭക്ഷണമാവില്ല. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുകയും വേണം. ആ കഴിക്കുന്ന ഭക്ഷണത്തെ ആത്മീയമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ആധ്യാത്മികതയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ കൗള സമ്പ്രദായത്തെ സംബന്ധിച്ചിട്ട് സാധനാഘട്ടത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതഘട്ടത്തെ ഉപാസനയുമായി ബന്ധപ്പെടുത്തി 3 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പശുഭാവം, വീരഭാവം, ദിവ്യഭാവം. പശുഭാവം എന്ന് പറഞ്ഞാൽ പാശമുള്ള അവസ്ഥയാണ്. പാശം എന്ന് പറഞ്ഞാൽ കെട്ടുപാടുകൾ, മൃഗതുല്യമാണ്. പശു മൃഗമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മൃഗതുല്യരായിട്ടാണെന്നാണ്. എന്ത് മൃഗതുല്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മാനിനെ പിടിക്കാനും മുയലിനെ പിടിക്കാനൊന്നും പോവില്ല, അതല്ല. മൃഗങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഭക്ഷണം ഇര തേടുന്നു, അതുപോലെ തന്നെ ഇണ ചേരുന്നു, അതിൻ്റെ പരമ്പരയെ ഉണ്ടാക്കുന്നു, ബോധപൂർവ്വം അല്ലെങ്കിൽ ഇവരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശത്രുവിനെ നേരിടുന്നു, ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് പശു. മനുഷ്യരും അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ പശുവിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് ഒരു 3ആയി തിരിച്ചു: അധമ പശു, മധ്യമ പശു, ഉത്തമ പശു. അധമ പശു പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ളതാണ്. മധ്യമ പശു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എന്താ അപ്പം ഞാനിങ്ങനെ ഈ പട്ടിയും പൂച്ചയും ഒക്കെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടെ, എന്തിനു മാറ്റം വേണ്ട, മനുഷ്യനല്ലേ എന്ന് ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ മാറ്റമായിട്ട് എന്ത് ചെയ്യും? കുറച്ച് ജീവിതക്രമത്തിലൊക്കെ ഒരു മാറ്റം വന്ന് ശൈലിയിലൊക്കെ മാറ്റം വരും. ഇതാണൊരു മധ്യമ പശു. അയാൾക്ക് കുറച്ച് ഭക്തിയൊക്കെ ആവാം, ആരാധനാ കേന്ദ്രങ്ങളൊക്കെ പോകാം. ഈ ആരാധനാ കേന്ദ്രത്തിൽ പോയി മാത്രമേ ഭക്തിയുള്ളൂ എന്നല്ല കേട്ടോ നമ്മൾ പോകണം, അതിനൊന്നും അർത്ഥമൊന്നുമില്ല. ഭക്തി വേണമെന്നല്ല, ആ ചിന്താഗതിയാണ് പറയുന്നത്. അതിന് ശേഷമാണ് ആധ്യാത്മികതയിലേക്കൊന്ന് തിരിയുന്നത്. ആധ്യാത്മികതയിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ ക്രമങ്ങളിലേക്ക് വന്നു. പിന്നെ സാത്വികാരാധനാ രീതിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് താമസികത തന്നെയാണ്. പിന്നെ സാത്വിക ഭാവത്തിലേക്കൊക്കെ വരികയാണ്. സാത്വിക ഭാവം എന്നുള്ളത് നമ്മളുടെ ചിന്താഗതിയിലാണ്, അല്ല പരിപൂർണ്ണ സാത്വികതയല്ല പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ജപോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിലുള്ള മെഡിറ്റേഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ആ ഘട്ടം. അപ്പോൾ ഉത്തമ പശു വന്നു. ഉത്തമ പശു പിന്നീട് അങ്ങോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ജീവൻ്റെ വിലയും ദേഹത്തിൻ്റെ വിലയും, അല്ലെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഇത്യാദി കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പിന്നെ പാപപുണ്യ ചിന്തകളൊക്കെ പോകണം. ധർമ്മ ഭേദം അറിയണം. ആ ഘട്ടത്തിൽ വീരഭാവത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ബലി ഇത്യാദി കാര്യങ്ങൾ, ബലിയും മദ്യവും മാംസവും മത്സ്യമൊക്കെ വരുന്നത് അവിടെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മൃഗതുല്യമായിരിക്കുമ്പോൾ തീറ്റയും കൂടിയുള്ള പോലെ തന്നെയാണ്. പശുഭാവത്തിൽ പാശമുള്ളതുകൊണ്ട് അയ്യോ ആവോ ഇത് ജീവിയല്ലേ, ജീവനല്ലേ, ചത്തല്ലോ, ജീവിച്ചല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഈ ഭഗവത്ഗീതയിലെ അർജുനൻ പറഞ്ഞാൽ അയ്യോ എങ്ങനെ കൊല്ലും, അതിലെന്ത് നേട്ടം എന്നൊക്കെ ചോദിക്കും, എന്ത് പാപം എന്നൊക്കെ ചിന്തിക്കില്ലേ. ആ വിഷാദഭാവം പശുഭാവമാണ്. അത് സാധാരണക്കാർക്ക് ഉണ്ടാവും. നമുക്ക് തോന്നും ഭയങ്കര സാത്വികതയെ തോന്നും. സാത്വികതയല്ലാതെ തമോഭാവത്തുണ്ട്, ജ്ഞാനത്തിൽ നിന്നല്ല. അവിടെ ആ ഒരു ജ്ഞാനത്തെ ആർജിക്കാം. ഇപ്പോൾ ആത്മാവിനെ ഹനിക്കാൻ ആർക്കുമാവില്ല. അല്ലെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ നശ്വരം അനശ്വരം, ഇത് കേവലം എന്താ വെച്ചാൽ നശിച്ചു പോകുന്നതാണ്. ക്ഷീയതേതി ക്ഷേത്രം എന്നാണ് അർത്ഥത്തിലും ക്ഷേത്രം എന്ന് ശരീരത്തെ പറയാറുണ്ട്. സദാ ത്രായതെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നശിക്കുന്നതാണ് ഈ ശരീരം.
ആ ശരീരം നശിക്കുന്ന ആത്മാവിനെ നശിക്കാൻ കഴിയില്ല എന്നും ബോധ്യപ്പെടുമ്പോൾ അത് അനുഭവിച്ചറിയാൻ, അനുഭവവേദ്യമാക്കാൻ, ജീവൻ്റെ പ്രയാണത്തെ അറിയാൻ ഒക്കെ ജഡമെന്തെന്ന ബോധമുണ്ടാകാൻ, അങ്ങനെ ആ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അപ്പോൾ ആ ഭയത്തിൽ നിന്നൊക്കെയുള്ള മുക്തി നേടാൻ വേണ്ടി ആ ഒരു ഘട്ടമാണ് വീരഭാവം എന്ന്. അവിടെ വീരാരാധന ക്രമത്തിലാണ് ബലി, മാംസം, മദ്യം, നമ്മളെ എന്തൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ ഭയപ്പെടുന്നത്, ഇതിനെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യേണ്ട ഘട്ടമുണ്ട്. അവിടെ വീരഭാവം വരികയാണ്, ക്ഷാത്രവീര്യമൊക്കെ വരികയാണ്. അതിലൂടെ ആർജിച്ച അനുഭവജ്ഞാനം, മെറ്റീരിയലിസ്റ്റ് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതല്ല, കേട്ടറിവല്ല, അനുഭവജ്ഞാനം, വിവേകജം എന്ന് പറയും. അനുഭവജ്ഞാനത്തിലൂടെ എത്തിച്ചേരുന്ന ആ തലമാണ് ദിവ്യഭാവം. അതിനെയാണ് സാധാരണ ഇന്ന് നിങ്ങൾ ഈ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള സാത്വികതയല്ല, യഥാർത്ഥ ബോധ്യം. ആ ബോധ്യതയിലുണ്ടാകുന്ന സഹജീവിയോടുള്ളൊരു കരുണയുണ്ട്. അത് ജ്ഞാനത്തിൽ നിന്നാണ്, അല്ലാണ്ട് അബദ്ധമല്ല. അയ്യോ അത് കൊല്ലാൻ പറ്റുമോ തിന്നാൻ പറ്റുമോ ഒന്നുമില്ല. അത് പരസ്പരത്തൊരു സൈക്കിളാണ്. ജീവസ്യന്നം ഇതം സർവം സ്ഥാവരം ജംഗമം ചെയ്വ സർവം പ്രാണസ്യ ഭോജനം എന്നൊക്കെ മനു പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരസ്പരം ഒരു ഫുഡ് സൈക്കിളാണ് ഈ വ്യവസ്ഥ. ഊർജ്ജത്തെ കൈമാറ്റം ചെയ്യണം. നമ്മളൊന്നും നശിക്കുന്നില്ല. നശിക്കുക എന്നുള്ളതൊക്കെ തെറ്റായ ചിന്തയാണ്. നശിക്കുന്നതിന് പകരം ഊർജ്ജ കൈമാറ്റം നടത്തി ഊർജ്ജം ഇങ്ങനെ ഓരോ ഫോമിലേക്ക് മാറുകയാണ്. ഇതാണ് സത്യത്തിലുള്ളത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്ന ബോധ്യമാണ് ദിവ്യഭാവം. ആ ദിവ്യഭാവത്തിൽ നമ്മൾ കരുണയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ബലി ചെയ്യണമെന്നോ മാംസം കഴിക്കണമെന്നൊന്നുമില്ല. നീ മാംസമൊന്നും കഴിച്ചൂടാ എന്നുമില്ല. എന്നാൽ വർജ്യാവർജ്യങ്ങളോ ഭേദാഭേദങ്ങളോ ഇല്ല. അതൊന്നുമല്ല സാധാരണഗതിയിൽ ജ്ഞാനത്തിൻ്റെ മാനദണ്ഡം. ഭക്ഷണം എപ്പോഴും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ജീവൻ നിലനിൽക്കാൻ ഭക്ഷണം വേണം. അത് ബോധത്തിന് ബുദ്ധിക്ക് ഭക്ഷണം വേണം, ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം വേണം. ഇപ്പോൾ മാംസഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണക്രമത്തിൽ പറയുമ്പോൾ പ്രോട്ടീനും ഫാറ്റൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അതിനിപ്പോൾ ചെറുപയറായാലും സോയ ആയാലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ. അതൊക്കെ കഴിച്ചാൽ തന്നെ ആ കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗുരുതിയൊക്കെ നടത്തണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കുമ്പളങ്ങ മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അരിമാവിൽ ഉണ്ടാക്കിയിട്ടോ അട മുറിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ വീരഭാവത്തിൽ പറയപ്പെട്ടുന്ന അനുഭവ സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ, ആ തലത്തിൽ വീരഭാവം കൈവരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ആ സമ്പ്രദായം പറയുന്ന വ്യവസ്ഥ. അതാണ് വീരഭാവത്തിൻ്റെ വീരാരാധന ക്രമം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ചോദിക്കും അതെന്തിനാ ചെയ്യണേ ചോദിക്കും. അതങ്ങനെ എപ്പോഴും MBBS പോകുന്ന ആൾ ആദ്യം തന്നെ പല ഉപാധികളിലൂടെ പഠിച്ച് പിന്നെ കടാവറ പോലുള്ള സാധനം ചെയ്ത് പിന്നിട്ട് മനുഷ്യരിലേക്ക് എത്തുന്നു. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങളുണ്ട്. അത് കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതിൽ ആ ഡോക്ടറിൽ നിന്നോ സയൻറ്റിസ്റ്റിൽ നിന്നോ നമുക്ക് ഗുണമുണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഒരു കൗളനിൽ നിന്നും അയാളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സാധാരണ ഈ എന്താ പറയുക യോദ്ധാക്കളും മറ്റുള്ളതും അല്ലെങ്കിൽ അത്തരം പ്രകൃതിയോട് മല്ലടിക്കുന്ന ആളുകളൊക്കെയാണ് ഈ മലബാര കൗള സമ്പ്രദായം ഏറ്റവും കൂടുതൽ ചെയ്യുക. ജ്ഞാനം മാത്രം പറഞ്ഞിരിക്കുന്ന ആൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ജ്ഞാനം പറഞ്ഞിരിക്കുമ്പോഴും ജ്ഞാനബോധത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ക്രമം. അതുകൊണ്ട് വൈദിക യാഗത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തീറ്റയും കൂടിയാണെന്ന് ധാരണ ഉണ്ടാകാൻ പറ്റില്ല. തീറ്റയും കൂടി അത് ഭക്ഷണം ജീവനെ നടത്താൻ വേണ്ടി ഓക്കെ. അല്ലാണ്ട് കൗള സമ്പ്രദായക്കാരാണ് അത് മരിക്കുന്നത് വരെ ഈ കോഴി കൊന്ന് ആടിനെയും കൊന്ന് അല്ലെങ്കിൽ അതൊക്കെ തിന്ന് കള്ളു കുടിച്ച് അങ്ങനെയൊന്നുമില്ല. അതൊന്നും സമ്പ്രദായമല്ല. ഇനി അത് എന്താ വെച്ചാൽ അത് ഈശ്വരപ്രീതിക്ക് വേണ്ടി അത് ചെയ്തേ പറ്റുള്ളൂ. ഈ സമ്പ്രദായത്തിൽ ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം ഇതൊക്കെ ജ്ഞാനമാണ്. അപ്പോൾ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ജീവിയെ കൊന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആയിരക്കണക്കിന് കോഴികളെയോ ആടിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെ കൊന്നതുകൊണ്ടോ ലിറ്റർ കണക്കിന് മദ്യം കൊടുത്തുകൊണ്ടോ ഈശ്വരൻ പ്രീതിപ്പെടുമെന്നൊരു കാഴ്ചപ്പാട് നമുക്കില്ല. അത് സമ്പ്രദായത്തിൻ്റെ ഭക്തിഘട്ടത്തിൽ ഓക്കെ. അതിൻ്റെ മറിച്ച് ഭക്തിയല്ല ഇതൊന്നും. ഈ കാണായതൊക്കെ ഞാൻ തന്നെ എന്ന ബോധ്യം ഉണ്ടാകാനുള്ള, അത് കേട്ടറിവല്ല അനുഭവവേദ്യമാകാനുള്ള സമ്പ്രദായത്തിൻ്റെ യാത്രയാവുന്നത് കൊണ്ട് അത് ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്. സമ്പ്രദായ ഗ്രന്ഥങ്ങളും പൂർവ്വ ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഭക്തർക്കാണ് സമർപ്പണം, ജ്ഞാനിക്ക് അത് അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ഘട്ടമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആജീവനാന്തം അല്ല. ഞാൻ വീണ്ടും പറയണു, കൗളിനത് ചെയ്യാൻ പാടില്ല എന്നില്ല. പക്ഷെ മറിച്ച് അത് ചെയ്താൽ എന്തോ മറ്റൊരു രീതിയിലൊരു ഗുണം എന്നുള്ള അർത്ഥത്തിലല്ല ഇത് എടുക്കുന്നത്. അത് അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ, അറിയാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുപടി പറയാൻ സന്തോഷമാണ്. തർക്കിക്കാൻ വേണ്ടി വരുന്നവരോട് തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിയേണ്ട ആളുകൾ അറിവിന് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മാന്യമായ ചോദ്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാനുള്ള മനസ്സിലായിക്കൊണ്ട് നമ്മൾ തുടർന്നതിനോട് കണ്ടിന്യൂസ് ആയിട്ട് എന്താ വെച്ചാൽ മറുപടി പറയാം.